ഹായ്, നമസ്കാരം. ഈ മാസത്തിൽ ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു ചിത്രം, ലിജോ ജോസ് പെല്ലിശ്ശേരി ലാലേട്ടൻ കോംബോ ചിത്രം മലൈക്കോട്ട വാലിമ്പൻ. വൻ പ്രതീക്ഷയോടെ പോയി കണ്ട ഒരു സിനിമയാണ്. അപ്പം നമുക്ക് ഈ സിനിമ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. മറ്റ് കഥാപാത്രങ്ങളിൽ വരുന്നത് അരീഷ് പേരടി, സൊനാലി കുൽക്കർണി, സുചിത്ര നായർ എന്നിവരൊക്കെയാണ്. അപ്പം എന്തായാലും ഇന്ന് മലൈക്കോട്ട വാലിമ്പനിലേക്ക്. സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ വ്യക്തിമായ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും പല അഭിപ്രായങ്ങളായിരിക്കാം. അപ്പം ഈ ഒരു സിനിമ ലിജോയുടെ മുൻ ചിത്രങ്ങളെ വെച്ച് നോക്കിയാൽ, ലിജോ ജോസ് പെല്ലിയുടെ മുൻ ചിത്രങ്ങളെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വ്യത്യസ്തത ഒന്നും പറയാനില്ല. കാരണം നൻപകൽ നേരത്ത് മയക്കം എന്ന് പറയുന്ന സിനിമ നമ്മളെ ഒരു വെറൈറ്റി ആക്ടിങ് ഒക്കെ ഒരുപോലെ തന്നെയാണ്. ഇതിൽ ലാലേട്ടനായാലും മമ്മൂക്കയായാലും അദ്ദേഹം കൊണ്ടുവരുന്ന ആക്ടേഴ്സ്, പക്ഷേ സ്റ്റോറിക്കകത്ത് ഈ ഒരു സിനിമ പിടിച്ച് നിൽക്കാൻ സാധിച്ചിട്ടില്ലെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കാരണം തുടക്കം കുറച്ചൊക്കെ സ്ലോ ബേസിലും കുറേ ലാഗുണ്ട് കേട്ടോ. ലാഗിലാണ് ഇത് പോകുന്നത് ഈ സിനിമ. തുടക്കം തൊട്ട് ലാഗാണ്. പിന്നെ ഇൻ്റർവെൽ പോർഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത തരം കഥകളെന്നൊക്കെ പറഞ്ഞായിരിക്കും ഇരിക്കുന്നത്. എന്നിട്ടും വേറെ റൂട്ടിൽ കൂടെ പോവുകയാണ്. ലാലേട്ടൻ ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. കാരണം ഒരു ലിജോ ജോസ് പെല്ലിശ്ശേരി ലാലേട്ടൻ എന്നൊക്കെ പറയുമ്പം അതൊരു വെറൈറ്റി തന്നെയാണ്. കാരണം ലാലേട്ടൻ അതിൻ്റെ പോർഷൻ കൃത്യമായി തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് സോങ്സൊക്കെ ഗംഭീരമായിട്ടുണ്ട്. BGM പ്രശാന്ത് പിള്ളയുടെ BGM ഒക്കെ ഗംഭീരമായിട്ട് തന്നെ ഉണ്ട്. കാരണം ആക്ഷൻ സീക്വൻസ് ഒക്കെ വരുന്ന സമയത്ത് ആ BGM ഒക്കെ എടുത്ത് നിൽക്കുന്ന ഒരു സംഭവം തന്നെയാണ്. എന്തായാലും ഗംഭീരമായിട്ടുണ്ട്. പിന്നുള്ളത് ഈ ഒരു ചിത്രത്തിൻ്റെ കഥ മൊത്തവും നടക്കുന്നത് രാജസ്ഥാനിലാണ്. അപ്പം അവിടെ ഉള്ള ഒരു വിഷ്വൽസും കാര്യങ്ങളൊക്കെ വളരെ ഗംഭീരമായിട്ടുണ്ടായിരുന്നു. തിയേറ്ററിൽ പോയി ആസ്വദിക്കാൻ പറ്റിയ കാര്യങ്ങളൊക്കെയാണ്. വിഷ്വൽസും അതൊക്കെ നല്ല രസകരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ക്യാമറയുടെ പ്രൊട്ടക്ഷൻസൊക്കെ അതൊക്കെ വളരെ ഗംഭീരമായിട്ട് തന്നെ അതും ചെയ്തിട്ടുണ്ട്. അതിനകത്തൊന്നും ഒരു മാറ്റില്ല. പക്ഷേ സ്റ്റോറി, സിനിമ കഥ പറഞ്ഞു പോകുന്ന രീതികളും കാര്യങ്ങളൊക്കെ ഫസ്റ്റിൽ നിന്നും സെക്കൻഡിലേക്ക് കയറിയപ്പോഴാണ് എനിക്ക് ആ ഒരു സ്റ്റോറിയിലേക്ക് ഇഷ്ടപ്പെടാതെ വന്നത്. കാരണം എന്തുമേ ലാഗാണ് എന്ന് പറയാമോ, അമ്മാതിരി രീതിയിലാണ് ഈ ഒരു സിനിമയുടെ ലാഗ്. കാരണം തുടക്കം സ്ലോ ബേസിൽ പോയി, പിന്നീട് സെക്കൻഡ് ഹാഫ് കഴിഞ്ഞ് ആക്ഷൻ സീക്വൻസ് ഒക്കെ വരുമ്പം അതിനും സ്ലോ മോഷൻ. എന്തായാലും ഗംഭീരമാണ്. ആ ഒരു സ്ലോ മോഷനൊക്കെ ലാലേട്ടനൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് കറക്റ്റ് ആക്ഷൻ സീക്വൻസ് ഒക്കെ വളരെ ഗംഭീരമായിട്ടുണ്ട്. കാരണം അതൊക്കെ എടുത്ത് നിൽക്കും സിനിമയിൽ. അതുപോലെ വിഷ്വൽസൊക്കെ അടിപൊളിയാണ്, ഒന്നും പറയാതിരിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഒരു ലിജോ ജോസ് പെല്ലിശ്ശേരി സിനിമ വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു. കാരണം ഒന്നാമത്തത് നല്ല നല്ല കഥ കാണും. അതുപോലെ തന്നെ സ്ലോ ബേസ് ആണെങ്കിലും നല്ല രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ സിനിമയെ പ്രതീക്ഷിക്കും. കാരണം ആമേനും ആയാലും നൻപകൽ നേരത്ത് മയക്കം, സിറ്റി ഓഫ് ഗോഡും അതുപോലെ തന്നെ അങ്ങനെയുള്ള ചുരുളിയും അങ്ങനെയുള്ള സിനിമകളൊക്കെ കണ്ട് വന്ന് ഈ ഒരു സിനിമ കാണുമ്പോൾ ഒരു പുതുമയൊന്നുമില്ല. കാരണം അതിൻ്റെ അത്രയും അങ്ങനെയുള്ള സിനിമ എടുത്തു വച്ചിരിക്കുന്ന നേരത്തെ അദ്ദേഹം ചെയ്തു വച്ചിരിക്കുന്ന രീതിയിലുള്ള ഒരു പ്രത്യേക പുതുമയൊന്നും പറയാൻ പറ്റില്ല. കഥയെ സംബന്ധിച്ചിടത്തോളം കഥ ഒരു സാധാരണ രീതിയിലുള്ള ഒരു കഥയെന്നേ പറയാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ വേറെ കുറേ സംഭവങ്ങളുണ്ട് ഈ സിനിമയിൽ. വിഷ്വലും കാര്യങ്ങളൊക്കെ വെച്ച് ആണെങ്കിൽ ഗംഭീരമായിട്ട് എടുത്ത് നിൽക്കുന്നു. പിന്നെ പാട്ടൊക്കെ അടിപൊളിയായിട്ടുണ്ട്. മ്യൂസിക്കൊക്കെ നല്ല പാട്ടൊക്കെയാണ്. അതുപോലെ അഭിനയിച്ചിരിക്കുന്ന മറ്റ് കഥാപാത്രങ്ങളൊക്കെ ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ സാധിക്കും. അരീഷ് പേരടിയൊക്കെ സൂപ്പർ ആക്ടിങ് ആയിരുന്നു, ഗംഭീരം ആക്ടിങ് ആയിരുന്നു. പറയാതിരിക്കാൻ വയ്യാത്തൊരു കാര്യം തന്നെയാണ്. അരീഷ് പേരടി ആയാലും സുചിത്ര നായർ ആയാലും അതുപോലെ തന്നെ മറ്റ് കഥാപാത്രങ്ങളൊക്കെ ആയാലും സൊനാലി കുൽക്കർണിയൊക്കെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ പോർഷൻസൊക്കെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ സിനിമയിൽ എല്ലാവർക്കും ഈ ഒരു സിനിമ ഉൾക്കൊള്ളണമെന്നില്ല. കാരണം ചില ആളുകൾക്കൊന്നും ഈ സിനിമ വലുതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് നമുക്കറിയാം. കാരണം ലിജോ പെല്ലിശ്ശേരി സിനിമയാണെന്ന് പറഞ്ഞ് എല്ലാവരും തിയേറ്ററിൽ പോയി കാണുമ്പം നമ്മൾ ഒരു സ്റ്റോറി പ്രതീക്ഷിച്ചാന്നിരിക്കുന്നു. പക്ഷേ നമ്മൾ വലുതായിട്ട് തന്നെ ഒരു സിനിമ നിരാശപ്പെടുത്തിയിട്ടുണ്ട്. കാരണം നമ്മൾ പ്രതീക്ഷിച്ച ചില സംഭവങ്ങളൊന്നും വന്നിട്ടില്ല. ഒരു ലിജോ സിനിമയാണെന്നും പറഞ്ഞ് നമ്മൾ കണ്ടു, പക്ഷേ അതിൻ്റെ വലിയ സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു. എന്തായാലും തിയേറ്ററിൽ കണ്ടവരുണ്ടെങ്കിൽ അവരുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റിൽ ഇടുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ. അപ്പം സിനിമ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയുള്ളതാണെന്ന് നിങ്ങൾ സിനിമ കണ്ടിട്ട് കമൻറ്റിൽ ഇടുക. ഓക്കെ, അപ്പം അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.